ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ശമൂവേൽ 14-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. ഈ 14-ാം അധ്യായത്തിൽ ശൗലിൻ്റെ പുത്രനായ ജോനാഥാൻ്റെ സാഹസികമായൊരു പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം തൻ്റെ ആയുധവാഹകനുമായി ഫെലിസ്ത്യരുടെ ഇടയിലേക്ക് കടന്നില്ല. ആയുധവാഹകൻ എന്ന് പറഞ്ഞാൽ അംഗരക്ഷകൻ കൂടിയാണ്. പിതാവായ ശൗലിനോട് പറയാതെയാണ് ഫെലിസ്ത്യ ശത്രു പാളയത്തിലേക്ക് അദ്ദേഹം ചെല്ലുന്നത്. നമ്മൾ വായിക്കുന്നു, ആ സമയത്ത് ശൗല് മാതള നാരങ്ങ ഒക്കെ പറിക്കുന്ന ആ തോട്ടത്തിലായിരുന്നു. ഏഫോദ് ധരിച്ചിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച്, വഹീം എന്നാണ് അവൻ്റെ പേര്. അവൻ ഏലി പുരോഹിതൻ്റെ മകനായ ഫിനെഹാസിൻ്റെ മകനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ പറയുന്നത്, നമുക്ക് ശത്രുപാളയത്തിലേക്ക് നമുക്ക് പോകാം. ഒരു ചെറുപ്പക്കാരൻ്റെ സാഹസികമായ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ദൈവം കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ ഒരു പടനായകനെ മാത്രമായി അദ്ദേഹം ശത്രുപാളയത്തിലേക്ക് പോവുകയാണ്. പോകുന്നതായ വഴിക്ക് അവിടെ അടുത്തപ്പോൾ 2 പാറയെക്കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. ഒന്നിന് ബോസസ് എന്നും മറ്റേന്ന് സേന എന്നുമാണ് പേര്. ബോസസ് എന്ന് പറഞ്ഞാൽ തെറ്റലുള്ള പാറ എന്നാണ്. സേന എന്ന് പറഞ്ഞാൽ മുള്ളു നിറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ആ ശത്രുവിനെ തോൽപ്പിക്കാൻ പോകുമ്പോഴുണ്ടാകുന്ന വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ, ഒന്ന് ആ തെറ്റലുള്ളതും 2 മുള്ളു നിറഞ്ഞതുമായ ജീവിത അനുഭവം, അതിനെയൊക്കെ മറികടന്നാണ് അവർ ശത്രുവിനെ തോൽപ്പിക്കാൻ പോകുന്നത്. പുതിയ നിയമത്തിൽ ഈ ശത്രു ആരാ നമുക്കറിയാം, പിശാചാണ്. അവനെ തോൽപ്പിക്കണമെങ്കിൽ അതിനു മുൻപ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ആവശ്യമായ ആത്മധൈര്യം നമുക്കുണ്ടാകണം, പ്രാർത്ഥനാ ശക്തി നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ ആ തെറ്റിലുള്ളതും മുള്ളു നിറഞ്ഞതുമായതിനെ അതിജീവിച്ച് ആ പിശാചാവുന്ന ആ ഫിലിസ്ത്യനെ നമുക്ക് തോൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവർ പോകുമ്പോൾ ഇവൻ ജോനാഥാൻ തൻ്റെ അംഗരക്ഷകനോട് പറയുന്നുണ്ട്, നമുക്കൊരു അടയാളം ദൈവത്തോട് നമുക്ക് ചോദിക്കാം. അവിടെ ചെല്ലുമ്പോൾ കയറി വരിക എന്ന അവിടുത്തെ കാവൽ പട്ടാളം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കയറി ചെല്ലാം. അവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാം. അവിടെ നിൽക്കാൻ പറഞ്ഞാൽ നമുക്കിനി അവരെ തോൽപ്പിക്കാനാവില്ല. കയറി വരാൻ പറഞ്ഞാൽ ദൈവം അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകാം. അങ്ങനെ ഒരു അടയാളം ദൈവത്തോട് ചോദിച്ചുകൊണ്ടാണ് ജോനാഥാൻ തൻ്റെ പടനായകനുമായി അവരുടെ പാളയത്തിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് കയറി വരിക എന്നാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ദൈവം അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ വായിക്കുന്നു, 2 പേരും കൂടി ആ കാവൽ പട്ടാളത്തിൽ 20 പേരെ അവിടെ വെച്ച് വധിക്കുന്നതായി കാണുന്നതിനുള്ള ശക്തി അവർക്ക് അവിടെ ലഭ്യമാവുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, അവൻ എത്ര ബലഹീനനായാലും ശത്രുവാകുന്ന പിശാചിനെ അവന് തോൽപ്പിക്കാൻ സാധിക്കും. അവരെത്ര അധികമുണ്ടെങ്കിലും അവരെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്ന സത്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നു, ഫെലിസ്ത്യർ പരസ്പരം അവിടെ പടവെട്ടുകയാണ്. കാരണം അവരുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നു. ഈ യഹൂദന്മാരിലും പല ആളുകളും ഫെലിസ്ത്യരോട് ചേർന്ന് അവിടെ പടയാളികളായിട്ട് ആ പട്ടാളത്തിൽ അവിടെ ചേർന്നിട്ടുണ്ട്. ഇവർ യഹൂദരാണെന്ന് ഉണ്ടല്ലോ തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഈ ജോനാഥാൻ്റെ കൂടെ അവർ ചേരുകയും മറ്റവരെ വിട്ടുകയും ചെയ്യുന്നതായ സാഹചര്യം. ഇപ്പോൾ ദൈവമില്ലാത്തിടത്ത് പൈശാചികമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക പാളയത്തിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാവുകയും അവർ പരസ്പരം കലഹിക്കുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത്, അവർ പടവെട്ടി തിരിച്ചു വരുമ്പോൾ അവർ നന്നായിട്ട് വിശക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ശൗലൊരു ശപഥം ചെയ്തിരുന്നു, ഫെലിസ്ത്യരെ തോൽപ്പിക്കുന്നത് വരെ നമ്മളാരും ഭക്ഷണം കഴിക്കുകയില്ല. എന്നാൽ ആ ശപഥമറിയാതെ വിശന്നവനായ ജോനാഥാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് തേൻ കണ്ടപ്പോൾ എടുത്ത് ഭക്ഷിച്ചു. ഭക്ഷിച്ചപ്പോൾ അവൻ്റെ കണ്ണ് തെളിഞ്ഞു എന്ന് നമ്മളിവിടെ കാണുന്നു. കണ്ണ് തെളിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ക്ഷീണം മാറി എന്നാണ് അർത്ഥം.
അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പടയാളികൾക്കെല്ലാം ഇങ്ങനെ ഭക്ഷിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവിടെയൊക്കെ ക്ഷീണം മാറി ശത്രുവിനെ നമുക്ക് തോൽപ്പിക്കാമായിരുന്നു. പക്ഷേ ശൗല് ചെയ്തതായ ശപഥം അദ്ദേഹം അറിയാതെയാണത് ഭക്ഷിച്ചത്. അപ്പം അതിന് ശേഷം വിശന്ന ആളുകൾ ആടുമാടുകളെ കൊന്ന രക്തത്തോടു കൂടി ഭക്ഷിക്കാനായിട്ട് ആരംഭിച്ചു. കാരണം ജോനാഥാൻ ഭക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ വിശന്നു. അപ്പോൾ അവരെല്ലാവരും അങ്ങനെ തന്നെ അത് ചെയ്യുകയാണ്. അത് യഹോവയുടെ കൽപ്പന ലംഘനമായി മാറി. കാരണം രക്തത്തോടു കൂടി മാംസം ഭക്ഷിക്കരുത് ദൈവം പറഞ്ഞു. കാരണം രക്തം ജീവനാണ്. ലേവ്യ പുസ്തകം മുതൽ നമ്മളത് കാണുന്നതാണ്. പക്ഷേ അവരാ നിയമം അവിടെ ലംഘിച്ചത് ഭക്ഷിക്കും. ഇത് അറിഞ്ഞവനായ ശൗല് പെട്ടെന്ന് ഒരു കല്ല് കൊണ്ടുവന്ന് അതിൻ്റെ മേൽ വെച്ച് അതിനെ കൊന്ന് രക്തം കളഞ്ഞതിന് ശേഷം ഭക്ഷിക്കാനുള്ള ക്രമീകരണം അവർക്കവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് ശൗല് യഹോവയ്ക്കൊരു ബലിപീഠം പണിതതായി നമ്മൾ വായിക്കുന്നു 35-ാം വാക്യത്തിൽ. ശൗലിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം, അവൻ ഇതുവരെ ബലിപീഠം പണിതിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചിട്ടില്ല. അവൻ്റെ പൂർവ്വപിതാവായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് പിതാക്കന്മാരുടെ കാലത്തൊക്കെയും അബ്രഹാം ചെന്നിടത്തൊക്കെ ബലിപീഠം പണിതതായി നമ്മൾ വായിക്കുന്നു. ബലിപീഠം പണിത എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാനുള്ള സംവിധാനമുണ്ടായി. ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം മുന്നോട്ട് യാത്ര ചെയ്തതും ബാക്കിയെല്ലാം ചെയ്തിട്ടുള്ളതും. ശൗല് ആദ്യമായിട്ട് ഇവിടെ ഒരു ബലിപീഠം ഇവിടെ പണിയുകയാണ്. നമ്മളും ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായ ശക്തി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവ് നേരിട്ടതായ അവസാനത്തെ പരീക്ഷയിൽ പിശാചിനോട് പറഞ്ഞ്, സാത്താനെ എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ വന്നിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കണം എന്നൊരു വലിയ ഒരു മുന്നറിയിപ്പ് കർത്താവ് നമുക്കവിടെ നൽകുന്നുമുണ്ട്. അപ്പോൾ പ്രാർത്ഥനയാണ്, ആരാധനയാണ്. അല്ലാതെയുള്ള അല്ലെങ്കിൽ നമ്മുടെ തല കൊണ്ടുള്ള ബൗദ്ധികപരമായ ആ ക്രിസ്തീയത നമ്മൾ മാറിയിട്ട് മുൻ അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഹൃദയം കൊണ്ടുള്ള ആരാധന. ശൗല് അവൻ്റെ തല എല്ലാ ജാതികളെക്കാളും എല്ലാ മനുഷ്യരെക്കാളും ഉയർന്നു നിന്നിരുന്നു. ബുദ്ധിപരമായി ബൗദ്ധികമായി മാത്രം ചിന്തിച്ചവനാണ്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അവനിപ്പോൾ ഇവിടെ ഒരു ബലിപീഠം പണിതതായി നമ്മൾ വായിക്കുന്നുണ്ട്. ബലിപീഠം പണിതതിന് ശേഷം അദ്ദേഹം യഹോവയോട് ആലോചന ചോദിക്കുന്നുണ്ട് യുദ്ധത്തിന് പോകും. പക്ഷേ യഹോവ ഒരു മറുപടിയും അവിടെ നൽകുന്നില്ല. അപ്പോൾ ശൗലിന് മനസ്സിലായി ഇവിടെ ആരോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് എന്തെന്നറിയാൻ വേണ്ടി അവർ ചീട്ടിട്ടപ്പോൾ ശൗലിനും മകൻ ജോനാഥാനും അത് വീണു. അവസാനം ഈ ജോനാഥാൻ്റെ പേരിൽ ആ ചീട്ട് വീഴുകയും അവൻ തെറ്റ് ചെയ്തെന്ന് മനസ്സിലാവുകയും അപ്പോഴാണ് ശൗൽ അറിയുന്നത് താൻ ചെയ്തതായ ശപഥം തൻ്റെ മകൻ ലംഘിച്ചു. അതാണ് യഹോവ മറുപടി നൽകാതിരുന്നത് എന്ന് മനസ്സിലാക്കി. പക്ഷേ ശൗലിവിടെ ഒരു രാജ്യനീതി അദ്ദേഹം ഇവിടെ നടപ്പാക്കാൻ പോവുകയാണ്. എൻ്റെ മകനാണെങ്കിലും അവൻ വധിക്കപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. തൻ്റെ മകനായതുകൊണ്ട് അവനെ രക്ഷിക്കാമെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നില്ല. പ്രാർത്ഥനയൊക്കെ അവൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ വളരെ കുറവായിരിക്കാം. എന്നാലും അവൻ നീതിബോധമുള്ള ഒരു രാജാവായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എൻ്റെ മകനായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു മനോഭാവത്തിലേക്ക് ശൗലിലൂടെ എത്തുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ പറയുന്നുണ്ട് അവനെ കൊല്ലണ്ട. കാരണം അവനെ ശൗല് ചെയ്ത ശപഥം അറിയാതെയാണ് ജോനാഥാൻ ആ തേൻകട്ട ഭക്ഷിച്ചത്. 2 യുദ്ധത്തിൽ അവരെ ഫെലിസ്ത്യരെ തോൽപ്പിച്ച് അവരെ സംരക്ഷിക്കുന്ന സേനാ നായകൻ കൂടിയാണവൻ. അതുകൊണ്ട് അവനെ വധിക്കേണ്ട എന്നിവിടെ പറയുന്നതായി നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്പം ഇവിടെ നമ്മൾ ആ ശൗലിൻ്റെ ഒരു നീതിബോധം, അപ്പോൾ തെറ്റ് ചെയ്തവൻ ആരായാലും അവന് ശിക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു നീതിബോധം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ജോനാഥാൻ്റെ ആ വലിയ ധൈര്യമാണ്. തൻ്റെ സേനാനായകനുമായി മാത്രം 2 പേർ ചെന്ന് ആയിരക്കണക്കിന് ഫെലിസ്ത്യരെ തോൽപ്പിക്കാൻ സാധിക്കുകയാണ്. ഈ അധ്യായം നമുക്ക് തരുന്ന പാഠം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തോടൊപ്പമാണെങ്കിൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് വലിയ ശത്രുവിനെയും പൈശാചികമായ ശക്തികളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് അപ്രകാരമുള്ള ഒരു പ്രാർത്ഥനാനുഭവത്തിലൂടെ ഈ ഭൂമിയിൽ ജീവിച്ച പൈശാചികമായ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ശക്തീകരിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനാൽ നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.